വലിയ അക്വേറിയമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്കല്ലേ പറയാനുണ്ട് ഇതിനെ പറ്റി. അപ്പോൾ നമ്മൾ ഈ ബക്കറ്റ് വെച്ച് ഇതിനെ ഇവിടെ ഒരു കാണിച്ചു വിടാം. അങ്ങോട്ട് കാണിച്ചു, ഇങ്ങോട്ട് എൻ്റെ പിറകെ വരൂ. നമ്മളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയ ഈ ബക്കറ്റിൻ്റെ അത്രയുള്ള കുഴി എടുക്കണം. എന്നിട്ട് ഈ ബക്കറ്റ് അതിനകത്ത് ഇറക്കി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഒരു അക്വേറിയം ഉണ്ടാക്കാനാണ് നമ്മൾ പരിപാടി. അപ്പോൾ ഇവിടെ ബക്കറ്റൊക്കെ കണ്ട് തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ കുഴി എടുക്കാനുള്ള പരിപാടി തുടങ്ങാൻ നമുക്ക് നമ്മട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മട്ടി ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ വലിയ നമ്മട്ടിയൊന്നും അല്ല, ഒരു ചെറിയ നമ്മട്ടിയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ നമ്മട്ടി ഇങ്ങോട്ട് കാണാം. ഇതെല്ലാം തെന്നി കിടക്കുകയാണ് മഴയൊക്കെ പെയ്ത്, അതുകൊണ്ട് പതുക്കെ നടന്നുകൊണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ അക്വേറിയം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതാണ് നമ്മളെ നമ്മട്ടി നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സ്ഥലം ചെറുതായിട്ട് മാറ്റി, അവിടെ നിന്ന് ഇങ്ങോട്ടാക്കി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പണിയുന്നത്. ഇതിൻ്റെ ഒരു കറക്റ്റ് ലെങ്കിനുള്ള ഒരു കുഴിയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ കുഴിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ബക്കറ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഒന്ന് കാണിച്ചു കൊടുക്കും അങ്ങോട്ടൊക്കെ. ഉണ്ടോ ചെറുതായിട്ട് ഭയങ്കര മഴക്കോളൊക്കെ ഒന്ന് മഴ ചാറുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരമായിട്ട് നാളത്തേക്കാണ്. അപ്പം നാളെ കാണാം. രാവിലെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ നിർത്തി വെച്ച പണിയുടെ ബാക്കി ചെയ്യാം. അപ്പം നമ്മളിത് ഇവിടെ ആയിട്ടാണ് ഇന്നലെ അടുത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഈ ബക്കറ്റിൻ്റെ ഈ പിടിയില്ലേ, ഇത് ഈ രണ്ട് സൈഡിൽ നിന്നും പൊട്ടിച്ചെടുക്കണം. ഇത് നമുക്ക് എങ്ങനെയെങ്കിലും പൊട്ടിച്ചെടുക്കാനുള്ള നോക്കാം. ഇങ്ങനെ നമ്മളൊരു പിച്ചാത്തി വെച്ച് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ നമുക്ക് അവിടെ പോയി കുഴി എടുക്കാം. കുഴി എടുത്തിട്ട് ഇത്ര എടുത്ത് നമ്മൾ ഒറ്റയ്ക്ക് സ്വന്തമായി എടുത്ത കുഴിയാണ്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് മറ്റേ ബക്കറ്റ് ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിലായി. ഇതാണ്ട് ഇത്രയായി. കുറച്ചും കൂടെ എടുത്തിട്ട് നമുക്ക് സൈഡിലൊക്കെ മണ്ണ് ഇട്ടിട്ട് അങ്ങനെയാണ് എൻ്റെ അക്വേറിയത്തിൻ്റെ പരിപാടി. അപ്പോൾ കുറച്ചും കൂടെ കുഴിനകത്തോട്ട് ഇറക്കി വയ്ക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ സൈഡിൽ ഈ കുഴി എടുത്തപ്പോൾ ഉള്ള മണ്ണെല്ലാം ഇട്ട് നിറയ്ക്കാൻ പോവുകയാണ്. ചരിവൊന്നും വരാത്ത രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ കുഴിച്ച മണ്ണ് എടുത്ത് നമ്മളിതിൻ്റെ സൈഡിലേക്ക് വെച്ച് ഇങ്ങനെ ഉറപ്പിക്കുക. ബക്കറ്റിൻ്റെ ഒരു സൈഡ് പോലും പുറത്ത് കാണാൻ പാടില്ല. അല്ല, പുറം കാണും, പക്ഷേ ഈ പുറം കാണാൻ പാടില്ല. അതിനുവേണ്ടി നമ്മളിങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് ചുറ്റും നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ചെടികളൊക്കെ വെക്കണം. നമ്മൾ ഇങ്ങോട്ട് കാണിക്കൂ താഴോട്ട്. അതാണ്ട് ഇവിടെ ഇത്രയും ഉറപ്പിച്ച് നമ്മൾ അക്വേറിയത്തിന് വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് ചുറ്റും കല്ലും ചെടികളൊക്കെ വെക്കണം. അതിനകത്ത് വയ്ക്കാൻ വേണ്ടി ഈ ചെടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഓർക്കിഡിൻ്റെ ഒരു വേറൊരു ടൈപ്പ് ചെടിയാണ് ഇത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം കല്ലെടുക്കണം. കല്ലെടുത്ത് അതിന് ചുറ്റും വെച്ചിട്ട് വേണം ചെടി വയ്ക്കാൻ. നമ്മളിതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ കുറച്ച് കല്ലൊക്കെ വെച്ച് ഇങ്ങനെ രണ്ടും ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു നെറ്റ് ഇതിൻ്റെ മുകളിൽ വെറുതെ ഇട്ടാണ്. ഇനി നമുക്കിതിനകത്ത് മണ്ണിട്ടിട്ട് ചെടി വെച്ചിട്ട് രണ്ട് മീനേയും കൂടെ ഇട്ടാൽ നമ്മളെ പരിപാടി കഴിയും. ഇതാണ് നമ്മൾ ഇന്നത്തെ സിമ്പിൾ അക്വേറിയം. ഇപ്പോൾ വീട്ടിൽ
ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ആദ്യം നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഒന്ന് കാണിച്ചു കൊടുക്കാം മണക്കറിയും കുറച്ച് ബാക്കി വെള്ളം മീനുകളൊക്കെ ഇടണം, അതൊക്കെ പിന്നെ ഇടാം. അപ്പം ഇനി അടുത്ത വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ബൈ.